പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വ്യാഴാഴ്ച ഡിസംബർ 25 അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവേ, കുടുംബം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ച് ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണം എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണം എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ,
ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. പിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ നയിക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും താലോലിക്കുന്നൊരു വചനം, പലർക്കും പല വചനമായിരിക്കും ക്രിസ്മസ്. എൻ്റെ മനസ്സെപ്പോഴും വരണത് ഈ ലൂക്ക 2:30-31 വചനങ്ങളാണ്. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി, അതാണ് സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് എപ്പോഴും ആ ഒരു ബോധം നമുക്കുണ്ടെങ്കിലേ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അതുകൊണ്ടാണ് അത് സന്തോഷമായി വരുന്നത്. ഇപ്പോൾ ഓരോരോ മതങ്ങൾ, ഓരോരോ ദൈവസങ്കല്പങ്ങൾ, പക്ഷേ ഇറ്റ്സ് നോട്ട് ഫോർ ഓൾ. ക്രിസ്തുവിനെ വന്നപ്പോൾ വെഹ്യുമെൻ്റായിട്ട് അതിൻ്റെ പ്രൊഫസി അങ്ങനെയാണ്, എല്ലാ മനുഷ്യർക്കും. അപ്പോൾ ക്രിസ്തുമസ് ഇപ്പോൾ ചിലർ പറയും ഞങ്ങൾ ക്രിസ്ത്യാനികളല്ല, അതുകൊണ്ട് ഞങ്ങൾ സ്റ്റാർ ഇടത്തില്ല എന്ന് പറയും. അവർക്ക് അവരുടെ ഓപ്ഷൻസ് എടുക്കാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് ദൈവം ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത്. അപ്പം അതുകൊണ്ട് സഭയിലുള്ളവരും ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളവരാണ് എന്നുള്ള ബോധ്യം ഏറ്റവും കുറവുള്ള ഒരു സമൂഹമാണ് ഈ മലയാള സമൂഹം. കുറേ കാലങ്ങൾ നമ്മൾ സുവിശേഷം കൈമാറാതെ ഇരുന്ന് വരേണ്യ സവർണ വർഗത്തിന് മാത്രം സുവിശേഷം, വിശ്വാസം അതിനകത്ത് ഒതുക്കി നിർത്തി. എന്നിട്ട് ക്രിസ്ത്യാനിയുടെ ചൈതന്യത്തിൽ അവർ ജീവിച്ചില്ല എന്ന് തന്നെയല്ല, ജീവിക്കാൻ വന്നവരെ തടയുകയും ചെയ്തു. അങ്ങനെ ഒരു കുറേ കാലം വെറുതെ മറ്റുള്ളവർ ഇത് ന്യായസ്ഥാനപ്പെടുത്തുക എന്നുള്ളതും തന്നെക്കാൾ കുറഞ്ഞവരാണെന്ന് കുറേ ആൾക്കാർ ബ്രാൻഡ് ചെയ്ത് എന്നിട്ട് അവരെ ന്യായസ്ഥാനപ്പെടുത്തി നമ്മുടെ കൂട്ടത്തിലേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ഇന്നും സ്പർദ്ധയുള്ളവരുണ്ട്. ഇന്നും സ്പർദ്ധയുള്ളവർ മൂടിപ്പതിച്ച് ക്രിസ്മസിനെ ഉണ്ണി ചുംബിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ അയിത്തമുണ്ട് മറ്റുള്ളവരെ കുറിച്ച്. ഈ അയിത്തം എന്നുള്ള ആശയം തന്നെ നശിപ്പിച്ചുകൊണ്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വരണത്. അതാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ഇത് ഈ സുവിശേഷം പിടിച്ചു വെച്ചും കൊടുക്കാതെയും 1500ഓളം വർഷങ്ങളാണ് കേരളത്തിൽ ക്രിസ്ത്യൻസ് വേസ്റ്റാക്കി കളഞ്ഞത്. അത് നിസ്സാര കാര്യമല്ലത്. ഇവിടെ പോർട്ടുഗീസ് മിഷൻസ് വന്നപ്പോഴാണ് എല്ലാവരെയും കർത്താവിൻ്റെ ഈ സുവിശേഷത്തിലേക്ക് അവർ കഷ്ടപ്പെട്ടായാലും പണിപ്പെട്ടായാലും പാടുപെട്ടായാലും പ്രാർത്ഥിച്ചായാലും അവർ ഇന്ത്യയെ സുവിശേഷവൽക്കരിച്ചത്. അത് നമുക്ക് ചരിത്രമാണത്, അങ്ങനെയൊന്നും തൊടാൻ പറ്റത്തില്ല, ചരിത്രമാണത്. ഇന്നും മേൽക്കോയ്മകളുടെ അടിവേരുകളെ കണ്ടെത്തിക്കൊണ്ട് തങ്ങൾ എന്തോ കൂടിയ ഒരു ജാതിയാണ് എന്ന് സ്വയം ധരിച്ചിട്ട് നമ്മളെ കൂടിയ ജാതിയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വരാൻ പോകുന്ന വിഷയം എന്താണ്? ബാക്കിയുള്ളത് കുറഞ്ഞവരാണെന്ന് നമ്മൾ പറയേണ്ടി വരും. പറയാതെ പറയും. പക്ഷേ സത്യം പറഞ്ഞാൽ ഹിസ്റ്ററി ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം പകലോ മറ്റും കുടുംബം എന്ന് പറഞ്ഞാലും സൂര്യാരാധനയുള്ള ബുദ്ധമതക്കാരാ. കിള്ളിലെന്ന് പറയണതും ബുദ്ധമത കുലങ്ങളുടെ പേരാ. ഈ ക്രിസ്തു മാർഗത്തിലേക്ക് ആദ്യകാലങ്ങൾ വന്നതെല്ലാം ബൗദ്ധമാർഗങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരാണ് വന്നിരിക്കണത്. അപ്പം എൻ്റെ വിഷയം എന്ന് പറയണത്
ഈ ബൗദ്ധമാർഗങ്ങളിൽ നിന്ന് വന്നെങ്കിലും പിന്നീട് ആര്യന്മാർ ഇൻവേഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, നമ്മുടെ സാംസ്കാരിക ഇൻവേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു വിഭാഗം ക്രിസ്ത്യൻസ് അവരുടെ കൂടെ അവരുടെ ഒരു റലത്തിൽ പെടാൻ വേണ്ടി പാടുപെട്ട് അങ്ങനെ സവർണ ആധിപത്യം നേടിയിരുന്നപ്പോൾ അവരയിത്തമുള്ളവരായത് കാരണം അവരും അവരുടെ നിലവാരവും വലിയ നിലവാരമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും സുവിശേഷത്തെ വീണ്ടും ആര്യവൽക്കരിച്ചു. സുവിശേഷത്തെ ആര്യവൽക്കരിച്ചതാണ് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സുവിശേഷ വചനഹത്യ എന്ന് പറയുന്നത്. ഇത് ക്രിസ്മസിനെതിരാണ്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യവൽക്കരണം എന്ന് പറയുമ്പോൾ ജാതിവൽക്കരണം വരുമല്ലോ അതിൻ്റെ അകത്ത്. അപ്പോൾ ജാതി വരുമ്പോൾ ജനിതകമായിട്ട് വരുമല്ലോ. അപ്പം അത് ആ വിഷയം സുവിശേഷത്തിൻ്റെ എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചു എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ചിലരെ തലയിൽ നിന്ന് സൃഷ്ടിച്ച്, ചില നെഞ്ചിൽ നിന്ന് സൃഷ്ടിച്ച്, ചില കാലയിൽ നിന്ന് സൃഷ്ടിച്ചെന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ അറിയോ അറിയാതെയോ ഫോളോ ചെയ്തിരുന്നത്, ഇൻക്ലൂഡിങ് ക്രിസ്ത്യൻസ്, സവർണ ക്രിസ്ത്യൻസ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് മനുസ്മൃതിയായിരുന്നു. അതാണ് സുവിശേഷത്തിൻ്റെ ആര്യവൽക്കരണം എന്ന് പറയുന്നത്. ഇന്നും സുവിശേഷത്തിൻ്റെ ആര്യവൽക്കരണത്തിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്രാഹ്മണരുടെ ഇടയിൽ നമ്മളുടെ അടിവേരിൽ കാണാൻ വേണ്ടി ഒരു പറ്റം സഭാചാത്തകന്മാർ കഷ്ടപ്പെട്ട് നടക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. അത് സുവിശേഷം വരുത്തണ ഡാമേജ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡാമേജൊന്നുമല്ല, വലിയ ഡാമേജാണ് വരുത്തണ. അതിനൊരു സെമിനാർ തന്നെ ഒരു 10-90കളിൽ നടന്നിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾ നമ്പൂതിരിമാരാണെന്നും പറഞ്ഞ് അതിന് വരുന്ന വിഷയം, അതിൻ്റെ വിഷയം അപ്പോൾ ഒരു ആര്യവൽക്കരണം, സുവിശേഷത്തിൻ്റെ ആര്യവൽക്കരണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ എല്ലാവരും ഒരുപോലെ തന്നെ വരികയാണ്. മറ്റത് മനുസ്മൃതി നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ജാതി തിരിച്ചുള്ള സൃഷ്ടിക്കലായിട്ട് വരും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സത്യവിശ്വാസത്തെ വ്യതിചലിച്ചിട്ട് മനുസ്മൃതി ഫോളോ ചെയ്യുന്ന ആര്യ സുവിശേഷമാണ്. സുവിശേഷത്തിൻ്റെ അപമാനവീകരിച്ചിട്ടുള്ള ഒരു പതിപ്പാണ് അറിയാതെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു വലിയ ദുരന്തമായിരുന്നു. ഏതായാലും ഒരു കാലഘട്ടത്തിൽ അതെല്ലാം മാറി. ഇന്നും അതിൻ്റെ ആന്തരിക മനോഭാവങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല, ഇല്ലെന്നൊന്നും പറയാതിൻ്റെ കാര്യമില്ല. അതുകൊണ്ട് അത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെയെല്ലാം വെളിച്ചമാകണം ഇതാണ്. എന്താണ്? എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അതാണ് ക്രിസ്തു. ആ സദ്വാർത്തയുടെ സന്തോഷം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.